മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്ന പരാതി. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന ബ്രൂക്ക്പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് നേരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ദമ്പതികളും മകനും നടത്തുന്ന റിക്രൂട്ട്മെന്റ് കമ്പനി 5 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഉണ്ടായത്? ഈ പരാതിക്കാരൊക്കെ എന്താണ് പറയുന്നത്? പൂജ, സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ തൊഴിൽ തട്ടിപ്പിന് യാതൊരു പരിധിയുമില്ല. ഒട്ടേറെ തൊഴിൽ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലക്ഷങ്ങളും കോടികളും തട്ടിയെടുത്ത കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പുതിയൊരു തട്ടിപ്പിൻ്റെ വാർത്ത കൂടി പുറത്തു വരുന്നു. തിരുവനന്തപുരം ശാസ്തമംഗലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രൂക്ക്പോർട്ട് ലോജിസ്റ്റിക്സ് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഈ പരാതി നൽകിയിരിക്കുന്നത് നിലവിൽ ഏതാണ്ട് 43ഓളം വരുന്ന യുവാക്കളാണ്. അവർ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി വരികയും ആ യുവാക്കൾ നമ്മളെ സമീപിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിച്ചത്. പരാതി നൽകിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ അന്വേഷിച്ചിരുന്നു. അവിടുത്തെ എഫ്ഐആറുകൾ പരിശോധിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു തട്ടിപ്പിൻ്റെ ലക്ഷണം ഈ സംഭവത്തിൽ കാണുന്നുണ്ട്. ഈ 43 യുവാക്കളും കൂടാതെ ഏതാണ്ട് 100ഓളം പേര് ഈ തട്ടിപ്പിന് ഇരയായി എന്നാണ് പരാതിക്കാർ പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 2 വർഷം മുമ്പ് മുതൽ ഈ സ്ഥാപനം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരസ്യം നൽകിയിരുന്നു. കാനഡ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്കൊക്കെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യമാണ് ഈ യുവാക്കൾ കണ്ടത്. അങ്ങനെയാണ് ഈ ബ്രൂക്ക്പോർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തെ സമീപിക്കുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർക്ക് നൽകിയ വാഗ്ദാനം ടെമ്പററി റെസിഡൻസ് വിസ വഴി വിദേശത്തേക്ക് പോകാം, അവിടെ വിവിധ സ്ഥാപനങ്ങളിലുള്ള ജോലി തരപ്പെടുത്തി തരാം, അവിടെ സ്പോൺസർമാരുണ്ട്, അവർ വഴി നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യാം, അതിനുവേണ്ടി ഇത്ര ലക്ഷം രൂപ കൈമാറണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ യുവാക്കൾ പലരും, ഇവരൊന്നും ഒരുമിച്ച് വന്നവരല്ല, പല ജില്ലകളിൽപ്പെട്ട ആൾക്കാരാണ്. ഈ പരസ്യം കണ്ടിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഈ സ്ഥാപനത്തെ സമീപിച്ചത്. അപ്പോൾ അവരിൽ നിന്നൊക്കെ തുക വാങ്ങുകയും ഈ വിസ പ്രോസസ്സിംഗ് ആരംഭിച്ചു എന്നൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ 5 മാസത്തിനും 8 മാസത്തിനുമുള്ളിൽ വിസ ലഭിക്കും എന്നായിരുന്നു ഇവർക്ക് നൽകിയിരുന്ന വാഗ്ദാനം. പക്ഷേ ആ 8 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. പലർക്കും ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട വിസയോ ജോലിയോ ഒന്നും ലഭിച്ചിട്ടില്ല. പലർക്കും എന്നല്ല, ഇത് അപേക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ആർക്കും തന്നെ അങ്ങനെ ഒരു വിസ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ പിന്നീട് ഈ പണത്തിന് വേണ്ടിയൊക്കെ ഇവരെ സമീപിക്കുമ്പോൾ അവർ സ്ഥാപനത്തിലില്ല, ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയാണ് ഈ യുവാക്കൾ പറയുന്നത്. ഒരാളിൽ നിന്ന് 2 ലക്ഷം മുതൽ 10.5 ലക്ഷം രൂപ വരെ ഓരോ ആൾക്കാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇവർ മുന്നോട്ട് വെക്കുന്നില്ല. ഏതൊക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഒരു പ്രശ്നവുമല്ല. പണം തന്നാൽ നിങ്ങൾക്ക് ടെമ്പററി റെസിഡൻസ് വിസ വാങ്ങിത്തരും, അവിടെ സ്പോൺസർ ഉണ്ടാകും. അവിടെ ചെന്ന് ഈ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾ ആ ജോലിയിൽ മികവ് കാണിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്പോൺസർ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസ് വിസ വാങ്ങിത്തരും എന്നുള്ള വാഗ്ദാനമാണ് നൽകിയിരുന്നത്. അങ്ങനെ വിദേശത്ത് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാം പണം മുടക്കിയത്. ഇപ്പോൾ പണം നൽകി 2 വർഷം കഴിഞ്ഞിട്ടും വിസയുമില്ല, ജോലിയുമില്ല. ഈ പണം വാങ്ങിയവരെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് ഈ യുവാക്കളെല്ലാം പോലീസ് സ്റ്റേഷനുകളിൽ അവരവരുടെ നാടുകളിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ചെല്ലുന്നത്. പിന്നീട് ഇവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് പേർ തട്ടിപ്പിനിരയായെന്ന് ഇവർ മനസ്സിലാക്കുകയും അങ്ങനെ ഈ യുവാക്കളെല്ലാം ഒരുമിച്ച് ബന്ധപ്പെടുകയും അവർ ഒരു ഗ്രൂപ്പായി മാറുകയും ചെയ്തു. അങ്ങനെ ആ ഗ്രൂപ്പ് ഇന്നലെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തിലുള്ള ബ്രൂക്ക്പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക് ലിമിറ്റഡിൻ്റെ ഓഫീസിന് മുന്നിൽ ഒത്തുകൂടുകയും അവിടെ ചെറിയൊരു പ്രതിഷേധമൊക്കെ നടത്തി. പക്ഷേ ഒരു കാര്യവുമില്ല, ഇവരെ ഈ സ്ഥാപന ഉടമകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ദീർഘകാലമായി, കഴിഞ്ഞ ഏതാണ്ട് 6 മാസമായി ആ സ്ഥാപനത്തിൽ ആരും വരുന്നില്ല എന്നാണ് നമുക്ക് അറിയാനും കഴിഞ്ഞത്. മാത്രമല്ല, ഇവർക്കെല്ലാം ഈ യുവാക്കളെല്ലാം സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ്. സ്ത്രീകളടക്കമുള്ള ആൾക്കാർ ഈ തട്ടിപ്പിന് അല്ലെങ്കിൽ ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. പലർക്കും സാധാരണ ജോലികളാണ്. സ്റ്റോർ കീപ്പർ, സൂപ്പർ സ്റ്റോറുകളിലെ സൂപ്പർവൈസർ, അങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന ജോലിയാണ്. ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ബാധകമല്ലാത്ത. തട്ടിപ്പ് നടത്തിയ ആ ഒരു ടീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ എത്രത്തോളം നമുക്ക് ലഭിക്കുന്നുണ്ട്? ഇവരുടെ പേര്, ഇവരുടെ വിവരങ്ങൾ, ഇവർ എവിടെ നിന്നുള്ളവരാണ്? ഈ തിരുവനന്തപുരം ആ ഏരിയയിൽ നിന്നുള്ളവർ തന്നെയാണോ? അവരെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കൂടുതൽ അറിയുന്നുണ്ട്? ഇപ്പോൾ ഇവർ ഒളിവിലാണ് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഫോൺ എടുക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരാതിക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്?
അവരുടെ പേരുവിവരങ്ങൾ നമ്മൾ ശേഖരിച്ചിരുന്നു. അവരുടെ ഏത് നാട്ടുകാരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് ഒരു കെട്ടിടം വാടകയ്ക്കെടുത്താണ് കഴിഞ്ഞ 2 വർഷമായി ഈ ബ്രൂക്ക് പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ ഉടമകൾ ഡോൾസി ജോസഫൈൻ സജു എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഭർത്താവായ സജു സൈമൺ എന്ന് പറയുന്ന ആളും അവരുടെ മകൻ രോഹിത് സജു, ഈ 3 പേരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളായിട്ട് ഈ പരാതിക്കാർക്ക് അറിയാവുന്നത്. അവർ ഈ സ്ഥാപനം നടത്തുകയും ഈ ഡോൾസി ജോസഫൈൻ സജു ആണ് ഇതിനകത്ത് ഈ ഉദ്യോഗാർത്ഥികളെയൊക്കെ ബന്ധപ്പെടുകയും അവരിൽ നിന്ന് പണം വാങ്ങുകയും ഒക്കെ ചെയ്തതെന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. മാത്രമല്ല ഈ സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂ പോലുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒന്നും വേണ്ട, പണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളതാണ് ഇവർ നൽകിയിരുന്ന വാഗ്ദാനം. പക്ഷേ ആ വാഗ്ദാനം 2 വർഷമായി പാലിക്കപ്പെട്ടിട്ടില്ല.